Okay, Jaffer, good meditation. Sanil, okay. Good morning, all. Okay, Leda, Sumesh, okay. നമുക്കപ്പോ ഇന്നത്തെ സെഷൻ തുടങ്ങാം. നമ്മൾ ഇന്നത്തെ സെഷന്റെ പറഞ്ഞിരുന്നത് വേദനകളെ കുറിച്ചാണ്, പെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, മാക്സിമം ആളുകൾ വീഡിയോ ഓൺ ആക്കുക. അതേപോലെ തന്നെ കമന്റ് ബോക്സ് നിങ്ങൾ ഉപയോഗിക്കണം. കമന്റ് ബോക്സ് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ സെൻസസുകള്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അല്ലെ, ഏതൊക്കെ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ മാനസികാവസ്ഥ നിലനിൽക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ, നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോവുക. ഏറ്റവും കൂടുതൽ നമുക്ക് അറിവ് കിട്ടുന്നത് കാഴ്ചകളിലൂടെയാണ് അല്ലെ. നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാഴ്ചകളാണ്. വിഷ്വൽ കോർട്ടെക്സ് എന്നാണ് പറയുക. കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഒരേ സമയം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നാല് കൂടുതലായിട്ട് ഇൻഫോർമേഷൻ നമ്മളിലേക്ക് കിട്ടും. അതേപോലെ തന്നെ കാണുന്നു, കേൾക്കുന്നു, നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നു, നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്നു, കൂടുതലായിട്ട് ആ സംഭവങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി ചെല്ലും. ഇതൊക്കെ പറഞ്ഞാൽ കുറെ ഓട്ടോമാറ്റിക് മെക്കാനിസം ആണ്. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളങ്ങനെ രാവിലെ എണീക്കുന്നു, അങ്ങനെ പോകുന്നു, വർക്കിന് പോകുന്നു, വേറെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അകത്തേക്ക് കയറുന്നു, കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. മൈൻഡ്ഫുൾനെസ്സിലൂടെ, അതേപോലെ തന്നെ രാവിലെ മെഡിറ്റേഷൻസിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ മനസ്സിലൊരു മാറ്റം വരുത്താനാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ചില ആളുകളൊക്കെ പറയും അമിത ചിന്തയാണ്, ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. അത് തെറ്റിദ്ധാരണ മൂലമാണ് അവർ പറയുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു സാധനമേ ഇല്ല. നിങ്ങൾക്ക് ഓവറായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. മിനിറ്റിൽ 50,000 60,000 അതാണ് മാക്സിമം ചിന്ത. സംഭവിക്കുന്നത് നമ്മൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തിക്കുന്നു. കൺട്രോള് നമ്മുടെ കയ്യിലല്ല. കൺട്രോള് ബ്രെയിൻ ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതാണ് പ്രശ്നം. നമ്മുടെ കയ്യിലല്ല കൺട്രോള്, ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതാണ് പ്രശ്നം. അതിൽ മാറ്റം വരുത്തുകയാണ് നമ്മൾ രാവിലെയുള്ള സെഷൻസിലൂടെ ചെയ്യുന്നത്. അത് മെഡിറ്റേഷൻ ആയിരുന്നാലും ബാക്കി ക്ലാസ്സുകളായിരുന്നാലും ഈ ഇൻഫോർമേഷനൊക്കെ അല്ലെ, വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ലൈഫിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചതിൽ ഇൻഫോർമേഷൻ അല്ല, അറിവുകൾക്ക് നമുക്കൊരു പഞ്ഞമില്ല. നമുക്ക് പണ്ടത്തെ ആളുകളായിരുന്നെങ്കിൽ, ഒരു 50 അല്ലെങ്കിൽ 100 വർഷം മുന്നത്തെ ആളുകളായിരുന്നെങ്കിൽ, അവരൊരു കൊച്ചു ഇൻഫോർമേഷന് വേണ്ടിയിട്ട്, ചെറിയ ചെറിയ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകം മൊത്തം സഞ്ചരിച്ച ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഒരു സ്ഥലത്തിൽ നിന്നും ബാക്കി സ്ഥലങ്ങളിലേക്ക് അറിവിന് വേണ്ടി ഓടി നടക്കായിരുന്നു അവർ അല്ലെ. അത്തരത്തില് നടന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഞെക്ക് ഞെക്കിയാല് വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇൻഫർമേഷൻസ്, ഒരുപാട് അറിവ് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. എന്ത് വേണമെങ്കിലും ഇപ്പൊ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു വർഷം മുന്നെയാണ് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു, ഗൂഗിളിനോട് ചോദിക്കായിരുന്നു. ഗൂഗിള് അവിടെ ഇവിടെയൊക്കെയുള്ള കുറെ വിവരങ്ങൾ കൊണ്ടുവന്ന് തരും. ഇന്ന് നമുക്ക് അതും വേണ്ട. ചാറ്റ് ജി പി ടിയോട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോട്ടുകളോട് ചോദിച്ചാൽ മതി. നമ്മൾ എന്താണ് മനസ്സ് കണ്ടത് എന്ന് അവൻ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലെ. ജസ്റ്റ് കമന്റ് എസ് പറഞ്ഞോ. അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. ഇന്ന് നമുക്ക് അറിവിനൊരു പഞ്ഞവുമില്ല. പക്ഷെ നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള അറിവ്, ആ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ വേദനകള്, ബാക്കിയുള്ള എല്ലാത്തിനെ കുറിച്ചും, ഇപ്പൊ ഊരവേദന, പുറം വേദനയായിട്ട് വരുന്ന ആളുകൾ, അധികം ആൾക്കാരും പറയും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട്. L4 L5 L3 എന്റെ പ്രശ്നങ്ങളുണ്ട്. ആ ഡിസ്ക് ബൾജ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇങ്ങനെയാണ് പ്രശ്നം, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള വിവരം ആളെടുത്തുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും അതിനൊരു എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ, എല്ലാ പ്രശ്നങ്ങൾക്കും ആവശ്യത്തിൽ കൂടുതലേറെ അറിവ് നമ്മുടെ കയ്യിലുണ്ട്. അതിനുപയോഗിക്കുന്ന മരുന്നുകൾ തൊട്ട് അതിന്റെ സൈഡ് എഫക്റ്റ്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ കാണാന്, ഇതിനൊരു പ്രതിവിധി, ഇതിന്റെ സംഭവങ്ങളൊന്ന് ഹീൽ ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. ആവശ്യമുള്ള അറിവ് നമ്മുടെ കയ്യിലില്ല. അറബിയിൽ പറയും ഇൽമി നാഫിയ എന്ന് പറയും.
ആവശ്യമുള്ള അറിവ് ആണത്. ആവശ്യമുള്ള അറിവ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് നോളജ് ഉണ്ട്. ഈ കാലഘട്ടത്തിന്റെ, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. ഇത് നോളജ്, അറിവിന്റെ കാലഘട്ടമാണ്. പക്ഷെ ഈ അറിവ്, ഒരുപാട് അറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈവൻ നമ്മുടെ മൊബൈൽ നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള ഒരു മൊബൈൽ നമ്പർ നമുക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യം വരാറില്ല. അതൊക്കെ നമ്മുടെ മൊബൈലിന്റെ അകത്തുണ്ടാവും അല്ലേ? നമുക്ക്, നിങ്ങളൊക്കെ എത്ര ആളുടെ മൊബൈൽ നമ്പർ ഓർക്കാൻ പറ്റും? ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരെ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ ഓർത്ത് വെക്കുന്നുണ്ടാവും. അതിന്റെ അപ്പുറം നമുക്കൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ബാക്കി ഒരു സംഭവവും നമുക്ക് ഓർമ്മകളിൽ സൂക്ഷിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഭയങ്കരമായിട്ട് കാണാപാഠം പഠിച്ച് അല്ലേ? ഇന്ന് പഠിച്ചിറങ്ങുന്ന അധിക വിദ്യാർത്ഥികൾക്കും അധിക ആളുകൾക്കും ജോലി ഇല്ലാത്തതിന്റെ കാരണം ഈ കാലഘട്ടം മാറിയതിനൊപ്പം അവർ സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നിങ്ങൾ യോജിക്കുന്നില്ല ഞാൻ പറയുന്നതിനോട്? ഇന്നും നമ്മുടെ സ്കൂളുകൾ നോക്കി അവരാ കാണാപാഠം പഠിക്കുക ചെയ്യുന്നത്. അത് A+B² എന്നൊക്കെ പറഞ്ഞാണ്ട് അല്ലേ? അത് അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു. പക്ഷെ ഇത് എന്തിനു നമ്മൾ കാണാപാഠം പഠിക്കുന്നു? അതിന്റെ കാലം കഴിഞ്ഞു. ഇന്നലകളിൽ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ബുക്കില്ലാത്ത സിറ്റുവേഷനിൽ എഴുതി വെക്കാൻ നമുക്ക് പറ്റില്ല. അത് മനഃപ്പാഠമാക്കാനേ പറ്റുള്ളൂ. അപ്പുറത്ത് എന്നിട്ട് നമുക്ക് വീണ്ടും ഓർത്ത് വെക്കണം. പക്ഷെ ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തിനാ ഓർത്ത് വെക്കുന്നത്? നമ്മളെക്കാൾ നന്നായിട്ട് നമ്മൾ 10 ഓർക്കുമ്പം ലക്ഷങ്ങൾ ഓർക്കാൻ അല്ലെ? 10 ഓർക്കുമ്പോൾ 100 ഓർക്കാന്നല്ല, ലക്ഷങ്ങളും കോടികളുമാണ് ഓർക്കുന്നത്. അത്രയധികം ഇൻഫർമേഷൻ ഓർത്ത് വെക്കാൻ നമ്മുടെ ചുറ്റും സംവിധാനങ്ങൾ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ വിവരങ്ങള് ഓർത്ത് വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ വേദനകള്, നമ്മുടെ സംഭവങ്ങളിലൊക്കെ ഒരുപാട് ഡാറ്റകൾ നമ്മുടെ തലക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റകൾ നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ അത് നമ്മളെ മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ, നമ്മുടെ വേദനകള്, നമ്മുടെ ദുരിതങ്ങള്, നമ്മുടെ പ്രശ്നങ്ങള് അവസാനിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ അത് സഹായിച്ചിരുന്നുവെങ്കിൽ, ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, അതിനത് ഉപകാരപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്ക് പറയായിരുന്നു ഈ സംഭവം ഉപകാരമുണ്ട്, ഇത് നിനക്ക് ആവശ്യമാണെന്നുള്ളത്. പക്ഷെ അത് നമ്മളെ സഹായിച്ചിട്ടില്ല. അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. നമുക്ക് വേദനകൾ വരുമ്പോ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ വരുമ്പോ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. പകരം അത് വേറൊരു പ്രശ്നമായിട്ട്, വീണ്ടും കൂടുതൽ പ്രശ്നമായിട്ട് അത് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം ഡാറ്റകൾ, ഇൻഫർമേഷൻസ് നമ്മുടെ തലക്കകത്ത് ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം. കൂടുതലായിട്ട് ഇതിൽ ഇൻഫർമേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും കേട്ടോ. നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ്, കൂടുതൽ ഡാറ്റ വേണം. അപ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതേപോലെ അല്ല ആരോഗ്യ കാര്യങ്ങളിൽ. നിങ്ങൾ അനാവശ്യമായിട്ട് രോഗങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ചിന്തകള് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാല് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എത്തിപ്പെടുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ചിന്തകളിൽ ഒക്കെ നമ്മൾ എത്തിപ്പെടുക കൂടുതൽ രോഗങ്ങളിലേക്കായിരിക്കും, കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും. വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസ് ട്രബിൾ ഉണ്ട്, നമ്മൾ സെർച്ച് ചെയ്തു, യൂട്യൂബിൽ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കയറി 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 കാട് കയറി പോയി. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം, അതേപോലെ തന്നെ IBD, ക്രോൺസ് ഡിസീസ്, അതൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസർ. വയറിലെ ക്യാൻസർ തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക, റിസർച്ച് ചെയ്യുക. എന്താണ് ആവശ്യം ഇതിന്റെ? ഒക്കെ നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ കോർ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. വേദനകൾ. ശരിക്കും വേദനകൾ എന്ന് പറഞ്ഞാല് 3-4 ടൈപ്പ് വേദനകൾ. എനിക്ക് സ്ഥിരം വേദനകളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കട്ടെ. വെറുതെ കേട്ടോണ്ടിരുന്നിട്ട് മാത്രം കറക്റ്റ് ആയിട്ട്, അതല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാലേ, ഇതും നിങ്ങൾക്ക് ബാക്കിയുള്ളിടത്തു നിന്നും കിട്ടുന്ന ഒരു ഡാറ്റ പോലെ, എന്തോ ഒരു ഇൻഫോർമേഷൻ പോലെ കിട്ടുള്ളൂ. ഈ ഡാറ്റ, ഇൻഫോർമേഷൻ തിരിച്ചറിവാവണമെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാനിപ്പോ ഈ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെയല്ല. ചില ആളുകൾക്ക് അതൊരു കേവലം ഡാറ്റ ആയിട്ട്, വിവരമായിട്ട് മാത്രമേ കയറുള്ളൂ തലയിൽ. ചില ആളുകൾക്ക് അത് തലക്കകത്ത് വർക്ക് ചെയ്യും, തിരിച്ചറിവിലേക്ക് അത് എത്തും. അത് എത്തണമെങ്കിൽ അത് നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് നിങ്ങൾ പാകപ്പെടുത്തിയിരിക്കുക തന്നെ വേണം.
അതിനു വേണ്ടി റെഡിയായി നിങ്ങൾ ഇരുന്നെങ്കിൽ മാത്രമേ അത് ആ അറിവ് തിരിച്ചറിവാവുള്ളൂ. അല്ലേ? ജസ്റ്റ് കമന്റ് എസ് പറഞ്ഞോ. വേദനകൾ, പ്രത്യേകം വേദനകളുള്ളവർ കമന്റ് ചെയ്യുക. നമ്മുടെ ഒരുപാട് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഗ്രീഫ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഗ്രീഫ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ, ചില സങ്കടങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സിന്റെ അകത്ത് അങ്ങനെ കിടക്കുന്നത്, വിങ്ങലുകൾ. അത് നമുക്ക് എന്താണ് ഈ ഇതിൽ പറയുന്നത് പോലെ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്ന് പറയുന്ന കുറെ സങ്കടങ്ങൾ. ഇത്തരത്തില് നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത സങ്കടങ്ങള് നമ്മുടെ മനസ്സിന്റെ അകത്ത് ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഇതൊക്കെ ഒന്ന് പുറന്തള്ളി ഒഴിവാക്കണം. ഈ ടെൻഷൻസ് ഒക്കെ നിരന്തരം കൊണ്ട് നടക്കാനൊന്നും ശരീരത്തിന് പറ്റില്ല. കുറച്ചൊക്കെ ശരീരം ഒന്ന് താങ്ങി നിർത്തും, തടഞ്ഞു നിർത്തും. പിന്നെ ശരീരത്തിന് ഇത് മാറ്റണം, ഒഴിവാക്കി വിടണം. അതിനു വേണ്ടി വാതിലുകൾ ശരീരം തപ്പും. എവിടെയാണോ ശരീരത്തിന് ഇത് പുറത്തേക്ക് വിടാൻ സാധിക്കുക അത്തരം വാതിലുകൾ ശരീരം തപ്പിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിൽ വീക്ക് പോയിന്റ് എവിടെയാണ്? അല്ലെ? ശരീരത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റ് എവിടെയാണ്? ഏറ്റവും ദുർബലമായിരിക്കുന്ന ഏരിയ എവിടെയാണ്? അവിടെ കൂടെ ശരീരം ഈ വേദനകളെ പുറന്തള്ളാൻ തുടങ്ങും. ശരീരത്തിന്റെ അകത്ത് തിളച്ച് മറിയുന്ന സംഭവങ്ങളെ ശരീരം ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം വിങ്ങലുകളെ, വേദനകളെ ശരീരം പുറത്തേക്ക് തള്ളും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇതിന്റെ അപ്പുറം നമ്മൾ ഇതിന്റെ ആ ഒരു ബയോകെമിസ്ട്രി, അതിന്റെ ആ ഒരു ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആവില്ല. ഏറ്റവും സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പുറത്തേക്ക് തള്ളുന്നു. തലയിലൂടെ തന്നെയാണ് അത് പുറത്തേക്ക് തള്ളുന്നതെങ്കിൽ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് മൈഗ്രെയിന്, രണ്ടാമത്തേതായിട്ട് ടെൻഷൻ, ഹെഡേക്ക്. ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് അനുഭവിക്കാം. ഇനി അത് വയറിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ വയറിലെ ബുദ്ധിമുട്ടുകൾ, അത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. ദഹന പ്രക്രിയയിൽ പ്രശ്നം സംഭവിക്കുന്നു, ദഹനം മര്യാദയ്ക്ക് നടക്കുന്നില്ല, അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു, വയറിൽ വേദനകൾ വരുന്നു. പ്രധാനമായിട്ടും ദഹനാണ്. വയറിലുള്ള രണ്ട് സിസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതില് ദഹനം കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റും. ഇനി അവിടെ ശരീരത്തിലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പക്ഷെ ചില ആളുകളിൽ വീക്ക് ആയിട്ടുള്ള ഏരിയ ആണ് മസിലുകൾ, പേശികൾ. അല്ലെ? പേശികളിലൂടെയാണ് വരുന്നതെങ്കിൽ നമ്മളെ ചില പേശികളിൽ വേദനകൾ തുടങ്ങും. പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ക്ഷീണിപ്പിക്കുന്ന പേശികൾ. അല്ലെ? ഏതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ക്ഷീണിപ്പിക്കുന്ന പേശികൾ? ജസ്റ്റ് കമന്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലെ ഭാഗങ്ങളായിരിക്കാം, കാലുകളിലെ പേശികളായിരിക്കാം, പുറം ഭാഗത്തെ ഭാഗങ്ങളായിരിക്കാം. ചില ആളുകൾ ദിവസവും ഭാരം എടുത്തുക്കുന്നു, പൊക്കുന്നു. അപ്പൊ ആ ഭാഗത്തെ പേശികൾ കൂടുതലായിട്ട് വേദനിക്കാൻ തുടങ്ങും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള അസുഖങ്ങളുണ്ട് കേട്ടോ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആക്കി പറയുന്നില്ല, നമ്മൾ ഒരുപാട് കാട് കയറി പോകും. അപ്പൊ ഇത്തരം അസുഖങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു, വേദനകളായിട്ട് പുറത്തേക്ക് വരുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം വേദനകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വേദന സംഹാരികൾ കുടിക്കുന്നു. വേദന സംഹാരികൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് തലക്ക് അങ്ങോട്ടുള്ള കണക്ഷൻ തൽക്കാലമായിട്ട് മിസ്സാവും, തൽക്കാലമായിട്ട് ഒന്ന് കട്ടാക്കും. അങ്ങോട്ട് സാധാരണഗതിയിലുള്ള ബ്രെയിൻ അങ്ങോട്ട് സിഗ്നൽ പാസ് ചെയ്യുക, ഇൻഫോർമേഷൻസ്, കറണ്ട് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങളിലൂടെയാണ്. അതിന്റെ ഇടയിൽ ചെന്ന ആ കണക്ഷൻ, അല്ലെ, ആ വയറിന്റെ കണക്ഷൻ തമ്മിലൊന്ന് മാറ്റിയാൽ കണക്ഷൻ കട്ടാവും തൽക്കാലത്തേക്ക്. ഇതാണ് വേദന സംഹാരികൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പ്രശ്നം മാറിയിട്ടില്ലല്ലോ, ഈ പ്രശ്നം ഇവിടെ തന്നെ കിടക്കും. നമുക്ക് ഈ ബുദ്ധിമുട്ടുകള് ആദ്യത്തെ തവണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ കൂടി കൂടി വരും. പിന്നെ രണ്ടാമത്തെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഒരിക്കൽ നിങ്ങൾക്ക് ഈ വേദനകൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, നിങ്ങൾ വേദന സംഹാരികൾ കഴിച്ചു. ശരിക്കും ഈ വേദന സംഹാരികൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വേറെ എന്തോ ആയിക്കോട്ടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തൽക്കാലം രക്ഷപ്പെടും. ആ കാര്യത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് അതിന് രക്ഷപ്പെടും. പക്ഷേ നമ്മുടെ ബ്രെയിന് അത് എങ്ങനെ നോക്കിക്കാണും, നമ്മുടെ മനസ്സ് നോക്കിക്കാണെന്ന് വെച്ചാല് നമുക്കത് ഒരു പേടിയായിട്ടാണ്. ആ വേദനകൾ നമുക്കൊരു പേടിയായിട്ടാണ് നമ്മുടെ ശരീരം നോക്കിക്കാണുക.
കാരണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അപ്പോത്തിന് വെപ്രാളപ്പെട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുക അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനയാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഒരു പേടി ഡെവലപ്പ് ചെയ്യും, ഫിയർ. ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്ന. ആ ഒരു മെഡിക്കൽ ടേംസിൽ നമ്മൾ അതിനെ അങ്ങനെയാണ് വിളിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വേദന ഒരിക്കത് കുറച്ച് ഇമോഷൻസ്, നമ്മുടെ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് പോയി തീരേണ്ടതായിരുന്നു, പക്ഷേ നമ്മളത് തീർക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ വേദന സംഹാരികൾ കുടിച്ചു, ബാക്കി സംഭവം ഒന്നല്ലെങ്കിൽ കുറച്ച് തവണ ഈ വേദനകൾ പുറത്തേക്ക് പോയി തീരേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ വീണ്ടും ഇതിൽ കയറി കളിച്ചു, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു പേടിയായിട്ട് നമ്മുടെ തലക്കകത്ത് ഈ വേദനകൾ കയറും. അടുത്ത വേദന വരുന്നത് നമുക്ക് അല്ലേ, പിന്നെ ഇനി ആ വേദന വരുമോ എന്നുള്ള ഒരു പേടി കൂടുതലായിട്ട്, ആങ്സൈറ്റി, ഭാവിയിൽ ഇനി പേടി വരുമോ എന്നുള്ള ആ ഒരു ആങ്സൈറ്റി നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതലായിട്ട് കയറി. പിന്നെ വേദന വരുമ്പം ഓട്ടോമാറ്റിക്കലി വേദനകൾ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും, കാരണം നമുക്ക് അതിനെക്കുറിച്ച് പേടിയുണ്ട്, അതുകൊണ്ട് മാത്രം. ഇത്തരത്തിൽ ഈ വേദനകൾ വീണ്ടും വീണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യും, ഇതിന്റെ ഇന്റൻസിറ്റി കൂടി കൂടി വരും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ, തുടക്കത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മസിൽസിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ജോയിന്റുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ബാക്കി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്തെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഡിസ്ക് തകരാറുകൾ ഉണ്ടാവും, മസിൽസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബാക്കി പ്രോബ്ലംസ് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. വൈറൽ തന്നെ, നിങ്ങൾക്ക് വൈറൽ പ്രോബ്ലംസ് ആണെങ്കിൽ അവിടെ ദഹന പ്രക്രിയയിലെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ അൾസറുകൾ, ബാക്കി പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ തവണ ശരീരം ഇതൊന്ന് പുറത്തിറക്കി ഒഴിവാക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഓടി ഒളിച്ചു, അത് പേടിയായിട്ട്, ഭയങ്കരമായിട്ടുള്ള പേടിയായിട്ട് ശരീരത്തിൽ രൂപപ്പെട്ടു. പിന്നത്തെ സ്റ്റെപ്പിൽ ശരീരത്തിന് എന്താ കാണിക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെ? നമുക്കൊരു പേടി വന്നു കഴിഞ്ഞാല് നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുക? നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയുള്ള ഒരാളാണ് നിങ്ങളെ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അടച്ചിട്ടു, എന്താ സംഭവിക്കുക? ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക. ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ആകെ അടിച്ച് ആകെ എന്തൊക്കെയോ പരാക്രമം കാട്ടും, അല്ലെ? അടുത്ത മിനിറ്റും ചിലപ്പോൾ പരാക്രമം കാണിച്ചേക്കാം, പിന്നെ പതുക്കെ പതുക്കെ ഇതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരില്ലേ? പതുക്കെ നമ്മൾ ഈ പരാക്രമം കാണിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. അതേപോലെ നമ്മുടെ ശരീരത്തിന് എത്രയൊക്കെ പുറത്തേക്ക് തള്ളിയാലും സംരക്ഷിക്കും ശരീരം. നമ്മുടെ ബ്രെയിന് പ്രശ്നമില്ലാത്ത രീതിയിൽ ഓരോ ശരീരഭാഗങ്ങളെയും സംരക്ഷിക്കും. ആദ്യത്തെ ഘട്ടത്തിലേക്ക് തല നമ്മളെ സംരക്ഷിക്കാൻ നോക്കും, കുറച്ച് കഴിഞ്ഞാല് ശരീരത്തിന് സംരക്ഷിക്കാൻ പറ്റില്ല, ഓരോ ശരീരഭാഗങ്ങളിലും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. ഞാൻ പറഞ്ഞ ക്ലിയർ ആകുണ്ടോ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ് കേട്ടോ, മാക്സിമം സിമ്പിൾ ആക്കിയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ഇതിൽ കൺഫ്യൂഷൻസ് വന്നിട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. 3 സ്റ്റെപ്പായിട്ടാണ് ഈ വേദനകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാനുള്ള അത്രക്കും അതിലേറെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, അത്തരത്തിലാണ് ഈ 3 സ്റ്റെപ്പിലൂടെയാണ് വേദനകൾ ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയാൽ മതി, ഏറ്റവും സിമ്പിൾ ആയിട്ട്. നിങ്ങൾക്ക് വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ തവണ നിങ്ങൾക്ക് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു വേദനകൾ? ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്? ഈ സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ വേദനകൾ നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ തുടങ്ങും. തിരിച്ച് വേദനകൾ തലയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളെ വേദന വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും, ആരെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടിയാൽ മതി, ഒന്ന് ദേഷ്യം പിടിച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ, നമ്മളെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നാ പറയുക, നമ്മുടെ വികാരങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഭയങ്കരമായിട്ട് മാറും. നമുക്കൊരു കൺട്രോൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. ഇതാണ് വേദനയുടെ 3 സ്റ്റെപ്പുകൾ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇതിനെ നമുക്ക് ഹീൽ ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റിൽ ഉണ്ടാകുന്ന മുറിവുകൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന വേദനകളല്ല കേട്ടോ, അത് വേറെ സെക്ഷൻ.
നമ്മൾ പറയുന്നത് ദീർഘകാലമായിട്ട് നിങ്ങളുടെ അകത്ത് നിന്നും ഉണ്ടായി വരുന്ന വേദനകളെ കുറിച്ചാണ്. ഓക്കെ, ജസ്റ്റ് കമന്റ് ചെയ്യുക. അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്തരം വേദനകൾ നമ്മൾ ഹീൽ ചെയ്യണമെങ്കിൽ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ജസ്റ്റ് പറയൂ, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ബാക്കി ആരുടെ യെസ് പറയുന്നില്ലല്ലോ. ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക, ഇത് ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത്. അതോ എന്തൊക്കെയോ അവിടെ കടന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള ഫീലിംഗ് ആണോ എന്നുള്ളത് പറയുക. കാരണം ഇത് ചിലപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. ഇത് എന്തൊക്കെയോ എന്തോ പറഞ്ഞു എന്നുള്ള ഫീലിംഗ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഉള്ളത്. വേദനകൾ രൂപപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഗ്രീഫ്, അതായത് പരിഹരിക്കപ്പെടാതെ നമ്മുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ, പരിഹാരം ഇല്ല എന്നുള്ളതല്ല, പരിഹാരമൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പക്ഷെ നമുക്ക് പരിഹരിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് രൂപപ്പെടുന്ന പ്രശ്നങ്ങൾ, ഇതിനെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളെ, നമ്മുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ, ട്രോമകൾ ഉണ്ടാവും ചില ഇൻസിഡന്റുകളിൽ നമുക്ക് സംഭവിച്ച. ഈ എല്ലാ ട്രോമകളും കേട്ടോ, എത്ര വലിയ നെഗറ്റിവിറ്റി ആയിരുന്നാലും, എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും നമ്മുടെ തലക്ക് സമയം കിട്ടിയാൽ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റയടിക്ക് ഈ പ്രഷറൊക്കെ ഒന്നായിട്ട് വരുമ്പം തലക്ക് ഇത് താങ്ങാൻ പറ്റാതെ അത് ചാനലൈസ് ചെയ്ത് ബാക്കി ഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. അതൊക്കെ സമയം കിട്ടി കഴിഞ്ഞാൽ ബ്രെയിൻ ഇതൊക്കെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തെറാപ്പിയിലൂടെ EFT EMDRലൂടെ നമ്മൾ ചെയ്യുന്നത് അത് വീണ്ടും എടുത്തിട്ട് തലക്ക് സമയം കൊടുക്കുകയാണ്, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ വേദനകള്, നമുക്ക് ട്രോമകൾ ഉണ്ടായാൽ, നമ്മുടെ ലൈഫിൽ ട്രോമകൾ ഉണ്ടായാൽ നമുക്ക് സിമ്പിളായിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പുതിയ പഠനങ്ങളിലൊക്കെ പറയുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, ലൈഫിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, വെറുതെ ആരോടും എനിക്ക് വെറുതെ ആരോടും മിണ്ടാതിരിക്കാൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലേ, നിങ്ങൾ ഈ ട്രോമകള്, ഈ ദുരിതങ്ങൾ വരുന്ന സമയത്ത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുരിതങ്ങൾ അത് കൂട്ടുകയുള്ളൂ. മനസ്സിന്റെ അകത്ത് നിങ്ങളുടെ ആ കൺട്രോളിൽ എടുക്കാനുള്ള ശേഷി കുറയുകയുള്ളൂ. എന്ന് വിചാരിച്ച് നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം ആൾക്കാരോട് നിങ്ങൾ ഷെയർ ചെയ്യണം എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങുക, സൊസൈറ്റിയിലേക്ക് കൂടുതൽ മിങ്കിളാവാൻ തുടങ്ങും. ബാക്കി കാര്യങ്ങളായിരിക്കാം, ബാക്കി എന്തായിരിക്കും, കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നാല്. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കട്ടെ ഇഷ്ടം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ ട്രോമകള് പറഞ്ഞാൽ മനസ്സിലാവല്ലോ, നമുക്ക് ഇതിൽ പുതുതായിട്ട് വന്ന ആളുകളൊന്നും ഇല്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഉണ്ടായ പാസ്റ്റ് ലൈഫിലെ ഇൻസിഡൻസ്, നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും ബാക്കി കാര്യങ്ങളായിരിക്കാം, ബാക്കിയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംഭവിച്ചാല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്സിറ്റോസിൻ അതേപോലെ തന്നെ എൻഡോർഫിൻ, സോഷ്യൽ ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള ശേഷി നമുക്ക് കിട്ടും. അതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ബാക്കിയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക, പറയുക, സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂട്ടുക. ചില ആളുകൾക്ക് അതിനൊന്നും ഇന്ററാക്ഷനിലെ ആളുകളോടൊക്കെ ഭയങ്കരമായിട്ട് വെറുപ്പുള്ള ടൈപ്പ് ആളുകളൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഈ ട്രോമകളുള്ള സമയത്ത് കേട്ടോ, നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ ഭയങ്കരമായിട്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ട്രോമകൾ നിങ്ങൾ ഇപ്പം വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഒരാൾ നിങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ നിങ്ങൾ ആ വിഷയം തന്നെ തുറന്ന് സംസാരിക്കുക. അതല്ലെങ്കിൽ വേറെ എന്ത് വിഷയം ആയിക്കോട്ടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ട്രോമകളൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഹീൽ ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ, മനസ്സ് ക്ലീൻ ആക്കണമെങ്കിൽ, മാലിന്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ, ഈ വേദനകളൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റണമെങ്കിൽ ഓരോ ട്രോമകൾ എടുത്ത് നമ്മൾ തന്നെ ഉൾക്കൊണ്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന, അതിന് ഭംഗിയായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് EFT EMDR, അതേപോലെ തന്നെ സൊമറ്റൈസേഷൻ, ബാക്കിയുള്ള ട്രോമ ഹീലിംഗ് മെത്തേഡ്സ്. ഇതുവഴി നമുക്ക് ട്രോമകളെ ഹീൽ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സംസാരിക്കാനുണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പം നമ്മൾ സാറേ, പറഞ്ഞു. ഞാനൊരു പള്ളിയിലെ ഇമാമാണേ.
പറഞ്ഞോളൂ. സാറേ തലയിൽ ഇങ്ങനെ ഈ താരം പോലെ വന്നിട്ട് ഉം, ഇത് എന്നെ ആകെ ബുദ്ധിമുട്ടാണ് എനിക്ക്. ഉം. അത് ഈ തലയുടെ ഹീറ്റ് കൊണ്ടാണോ വരുന്നത്? താരന് ശരിക്ക് തലയുടെ ഹീറ്റ് ആയിട്ടല്ല പറയുന്നത്. താരന് ശരിക്ക് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് താരന് വരാനായിട്ട് പറയുന്നത്. ഒന്ന് അലർജി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഉം. ശരീരം മൊത്തം ചൊറിച്ചിലുണ്ട്. ശരീരം മൊത്തം ചൊറിച്ചിലാണ് എനിക്ക്. ശരീരം. ഓക്കെ ഓക്കെ, ശരീരം മൊത്തം ചൊറിച്ചിലുണ്ടെങ്കിൽ അത് താരം കൊണ്ടാവണം നിർബന്ധമില്ല. ഉം. ഓക്കെ ഓക്കെ. സ്കിൻ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? ആ, അത് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് തുടക്കത്തിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്കിൻ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ലീൻ ആക്കുക. അതേപോലെ തന്നെ സ്കിൻ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാം തുടക്കത്തിൽ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, സ്കിൻ ബ്രെയിൻ ആക്സിസ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞാൽ അത് സ്കിന്നാണ് അല്ലേ? കൈയിന്റെ തൊലി മുതൽ മൊത്തം ശരീരത്തിലുള്ള ഏറ്റവും വലിയ അവയവം സ്കിന്നാണ്. ഏറ്റവും കൂടുതൽ ന്യൂറോൺസ്, നാഡീകോശങ്ങളുള്ള നമ്മുടെ ശരീരത്തിന്റെ അവയവം എന്ന് പറഞ്ഞാലും തൊലിയാണ്. അപ്പൊ ഈ തൊലിക്കകത്തുള്ള പ്രശ്നങ്ങള് നമ്മുടെ മാനസിക പ്രശ്നങ്ങളായിട്ട് നന്നായിട്ട് ബന്ധമുണ്ട്, റിലേഷൻസ് ഉണ്ട്. നമുക്കുള്ള ട്രോമകള്, പ്രശ്നങ്ങളൊക്കെ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളായിട്ട് വരാം. അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഈ ഒരു തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് ഫസ്റ്റിൽ നമ്മൾ ഇത് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ട്രോമകള്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മാറ്റണം. രണ്ടാമത്തേതായിട്ടുള്ളത്, തൊലിപ്പുറത്ത് നമ്മൾ ബാക്കിയുള്ള കെയർ, തൊലിയെ നമ്മൾ കെയർ ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ പോകുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ? നമ്മുടെ എയറിലടക്കം ഒരുപാട് ടോക്സിൻസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പൊ ഈ താരൻ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് ശരിക്കും രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേതായിട്ട് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അതിൽ ബന്ധമുണ്ട്. രണ്ടാമത്തേതായിട്ടുള്ളത് ഈ തൊലിപ്പുറത്ത് നമ്മൾ ക്ലീനിങ് നല്ല രീതിയിൽ നടത്തണം. പ്രത്യേകിച്ച് താരൻ എന്ന് പറയുമ്പം, താരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലി, തലയിലുള്ള പ്രശ്നങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചിരിക്കുക. തലയിലുള്ള കോശങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. താരൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പൊടി വരും, ചിലവർക്ക് പൊറ്റനായിട്ട് പുറത്തേക്ക് വരും അല്ലേ? അത്തരത്തിൽ പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അകത്തുള്ള കോശങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന് നമ്മുടെ മാനസിക ടെൻഷൻ ആയിരിക്കാം. രണ്ടാമത്തേതായിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്നില്ല, ആവശ്യത്തിന് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം രണ്ടാമത്തെ കാരണം. ഈ രണ്ടും ക്ലിയർ ഔട്ട് ചെയ്താൽ പതുക്കെ ഈ താരൻ എന്നുള്ള പ്രശ്നം മാറും. അതല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ താരന് വേണ്ടിയിട്ട് മരുന്നുകൾ കിട്ടും. അപ്പൊ കെറ്റകസനാസോൾ പറഞ്ഞാണ്ട് ഒരു ഷാമ്പു കിട്ടും. അതല്ലെങ്കിൽ വേറെ കുറച്ച് ഇപ്പൊ കുറെ ഓയിൽസ് ഒക്കെ ആളുകൾ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. ബാർബർ ഷോപ്പിൽ നിന്നൊക്കെ ഒറ്റയടിക്ക് തലയിലേക്ക് പൊട്ടിച്ച് പാരുന്ന ഓയിൽസ് ഒക്കെ, അത് ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും. പൂർണ്ണമായിട്ട് ഇത് മാറിപ്പോവാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത്, ശരീരത്തിന്റെ അകത്ത് നിന്നും ഈ കോശങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ മെന്റൽ ടെൻഷൻ, ട്രോമകൾ, ഞാൻ ഈ പറഞ്ഞ പോലെ അകത്ത് നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ട്രോമകൾ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മാറ്റണം. രണ്ടാമത്തേതായിട്ട് ക്ലീനിങ്ങിന് വേണ്ടി, അതായത് ഒറ്റ ദിവസം ക്ലീൻ ചെയ്യാന്നല്ല, സ്ഥിരമായിട്ടുള്ള ക്ലീനിങ്ങിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം തൊലിപ്പുറത്ത്. അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഹെർബൽ സംഭവങ്ങളാണ് പ്രിഫർ ചെയ്യുക. അധികം ഈ നമ്മുടെ ഈ സോപ്പിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, സോപ്പ് നമ്മുടെ തലക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അധികം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ താരം ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ, അല്ലാത്തവർ കൂടുതലായിട്ട് കെയർ ചെയ്യണമെന്നില്ല. താരം ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് ഹെർബൽ ഷാമ്പൂസ് ഉപയോഗിക്കാം, ബാക്കി സംഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതാണ് ഈ കെയർ കൊടുക്കേണ്ടത്. ഈ കെയർ കൊണ്ട് നിങ്ങൾക്ക് പുറത്തുള്ള ബുദ്ധിമുട്ടുകൾ തൽക്കാലം മാറ്റാം. പൂർണ്ണമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ട്രോമകൾ ഹീൽ ചെയ്യണം. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞ സ്കിന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് ടെൻഷൻ കൂടുതല സാറേ. ഏഹ് ടെൻഷൻ കൂടുതലാണ്, അതാണ്. ഓക്കെ, അത് ഹീൽ ചെയ്ത് മാറ്റിയാൽ തന്നെ ഇത് മാറി വരും പൂർണ്ണമായിട്ടാണ്. ഒപ്പം ഞാൻ ഈ പറഞ്ഞ ബാക്കി കെയറുകളും ശ്രദ്ധിക്കാം.
അത് മാറ്റാനായിട്ട് ടെൻഷൻ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഇരിക്കും. അതാണ് സംഭവിക്കുക കേട്ടോ. ടെൻഷൻ പറഞ്ഞാൽ നമ്മൾ ഇരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടി കടന്ന് നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ പറയും ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്, ഞാൻ ടെൻഷൻ ജീവിയാണ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കാരണങ്ങൾ ഉണ്ടാവും. ചില ചിന്തകളാണ് നമ്മൾ ടെൻഷൻ എടുപ്പിക്കുന്നത്. ചിലപ്പം നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, കുടുംബപരമായിട്ടോ സമൂഹത്തിൽ എന്തെങ്കിലും ചില ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വരുമ്പോഴാണ് ഈ ട്രിഗർ ആയിട്ട് നമുക്ക് ടെൻഷൻ കൂടുതലായിട്ട് വരുന്നത്. അത് എന്താണെന്ന് കണ്ടെത്താം. ആ ചിന്തകൾ വരുമ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യാനുള്ള കാരണമായിട്ട് പാസ്റ്റ് ലൈഫിൽ ഇന്നലകളിൽ ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നീ എന്തിനാണ് ഇത് ഇങ്ങനെ വരുമ്പോൾ അതിന് നീ ടെൻഷൻ അടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം നമ്മുടെ മനസ്സ് പറഞ്ഞൊരു ഇന്നലെ ഞാൻ വെറുതെ ഇരുന്നായിരുന്നു, ഇന്നലെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ സാഹചര്യം അന്ന് അങ്ങനെ സംഭവിച്ചു. ആ ട്രോമ നമ്മുടെ മനസ്സിന്റെ അകത്ത്, ആ ഒരു ഇന്നലത്തെ ഇൻസിഡൻസ് നമ്മുടെ മനസ്സിന്റെ അകത്ത് കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ഇമോഷണലി നമ്മളെ മെച്ചുറായിട്ട് ചിന്തിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ ജനിച്ചു വീണപ്പോഴേ ടെൻഷൻ രോഗിയായിട്ടല്ല നമ്മളിവിടെ വന്നത്. പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ, അങ്ങനെയാണ് ചില ആൾക്കാർ പറയാം അല്ലെ, കുറച്ച് കാവ്യാത്മകമായിട്ട് ഞാൻ പറഞ്ഞതാണ്. പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നപ്പോഴാണ് നമ്മൾ ഇന്നത്തെ നമ്മളായി മാറിയത്. അവിടെ ചില ട്രോമകൾ കിടക്കുന്നുണ്ട് ഇന്നലകളിൽ. അത് ഓരോന്നെടുത്ത ചെറിയ ചെറിയ ട്രോമകൾ നിങ്ങൾക്ക് ബ്രത്ത് വർക്ക് അതേപോലെ തന്നെ മെഡിറ്റേഷൻസിലൂടെയൊക്കെ പതുക്കെ പതുക്കെ ഹീൽ ചെയ്യാം. കുറച്ച് ഹയർ ട്രോമകളാണെങ്കിൽ, ഇന്റർമീഡിയറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് EFT EMDR മെത്തേഡ്സിലൂടെ അത് ഹീൽ ചെയ്യാം. അതിലും ഹയർ ട്രോമകളാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഭയങ്കരമായിട്ടുള്ള എടുത്താ പൊങ്ങാത്ത വലിയ പാറക്കല്ലുകളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പൊട്ടിക്കണം. അതിന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അങ്ങനത്തെ തെറാപ്പീസ് ഒക്കെ ഉപയോഗിച്ചാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഹീൽ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ ടെൻഷൻ എന്നുള്ള നമ്മുടെ ഈ സ്വഭാവം മാറി വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ നിർത്താം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് വേദനകളെ കുറിച്ചാണ്. വേദന ശരിക്കും നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപാധിയാണ് അല്ലെ. വേദനകളില്ലാത്തൊരു ലോകത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കും ഒരു വേദനകളുമില്ല. നമ്മൾ കൈയൊന്ന് തിളച്ച പാത്രത്തിന്റെ പുറത്ത് വെച്ചാൽ നമുക്ക് വേദനിക്കുന്നില്ലെങ്കിൽ കൈ മൊത്തം പൊള്ളിയിട്ട് നമ്മൾ അറിയുള്ളൂ, മനസ്സിലാക്കുള്ളൂ. ആ വേദന ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ കൈയെ സംരക്ഷിച്ചു വെച്ചത്. അതിനു വേണ്ടി നമ്മുടെ ശരീരം ഉണ്ടാക്കി വെച്ചതാണ് ഈ വേദനകൾ. പക്ഷെ നമ്മളിത് നിയന്ത്രിക്കുന്ന സ്ഥലത്ത് തന്നെ മനസ്സ് കൊണ്ടുപോയി നമ്മുടെ വേണ്ടാത്ത ചിന്തകളെ, നെഗറ്റീവ് മാലിന്യങ്ങളെ, വൈറസുകളൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു നമ്മൾ. ആ പ്രവർത്തനം താളം തെറ്റി. എന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നത് പുറത്താണ്. പുറത്തുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ വീണ്ടും വീണ്ടും ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്. പുറത്തുള്ള ഭാഗത്ത് ചികിത്സിച്ചാൽ തൽക്കാലം നിങ്ങൾക്ക് സമാധാനം കിട്ടും, തൽക്കാലം സമാധാനം കിട്ടും. ബാക്കിയുള്ള ഇനിയിപ്പോൾ സ്കിൻ അസുഖങ്ങളോ ബാക്കിയുള്ള പുറത്തുള്ള വേദനകളാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് ബാമൊക്കെ തേച്ചാൽ സമാധാനം കിട്ടും. അതൊക്കെ നമുക്ക് ചെയ്യാട്ടോ, നമുക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ അതുകൊണ്ട് പറ്റില്ല. തൽക്കാലം നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ബാമ് തേച്ചോളൂ, നിങ്ങൾക്ക് എന്താ ചെയ്തോളൂ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് മാറി പോകേണ്ട, നമുക്ക് സ്ഥിരത ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന പോരല്ലോ. അത് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കാരണത്തെ നോക്കണം, പഠിക്കണം, പരിഹരിക്കണം, അതെടുത്ത് കളയണം. അങ്ങനെയെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തു പോകും. ഓക്കെ, താങ്ക് യു ആൾ. ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ആൾ. സുമേഷ്, സനിൽ, ലത. ഓക്കെ, താങ്ക് യു ആൾ.